ടിപ്പു മലബാർ ആക്രമിക്കുന്നതിന് മുമ്പ് ഈ മലബാറിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് എപ്പിസോഡുകളൊക്കെ ചെയ്തത്. അതുപോലെ ഹൈദരാലിക്ക് തിരിച്ചടി എങ്ങനെയൊക്കെയാണ് നായർപ്പട കൊടുത്തിരുന്നത്, ഹൈദരാലിക്ക് തോൽക്കേണ്ടി വന്നു അത് എന്തുകൊണ്ട്, പിന്നീട് ഹൈദരാലി മൈസൂരിലേക്ക് മടങ്ങിപ്പോയി അത് എന്തുകൊണ്ട്, ഇംഗ്ലീഷുകാരും അതുപോലെ ഹൈദരാലിയും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി അത് എന്തുകൊണ്ട്, ടിപ്പുവിന്റെ ആദ്യത്തെ യുദ്ധം അതിൽ എന്താണ് നേട്ടമുണ്ടായോ കോട്ടമുണ്ടായോ, അവിടെ ഹൈദരാലിയുടെ സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുള്ള ചില മാറ്റങ്ങൾ, ഇംഗ്ലീഷുകാരെ എങ്ങനെയാണ് ഇതിനെ നേരിട്ടത്, പിന്നീട് ടിപ്പുവും അല്ലെങ്കിൽ ഹൈദരാലിയും മലബാറിലേക്ക് വരുമ്പോൾ അവര് നായർപ്പടയെ കുറിച്ചും നായർമാരെ കുറിച്ചും അവര് എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതിനെ പ്രതിരോധിക്കാൻ ഹൈദരാലി എന്താണ് ചെയ്തത്, അതുപോലെ തന്നെ നായർ പോരാട്ടത്തിനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഈ വീഡിയോയില്. അതേപോലെ തന്നെ മലബാറിലുണ്ടായ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ താഴ്ന്ന ജാതിക്കാരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടിപ്പു അല്ലെങ്കിൽ ഹൈദരാലി ശ്രമിച്ചിരുന്നു എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്, എന്നാൽ അത് സത്യമായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയില് പരാമർശിക്കുന്നത്. അപ്പോ ടിപ്പുവിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിലാണ് ചെയ്യുന്നത്. അപ്പോ ഹായ്, നമസ്കാരം. എൻട്രാക്കൽ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, കുറെ ജാതികളെ കുറിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞു, ഇനി ജാതികളെ കുറിച്ച് പറയുന്നില്ല. ഞാൻ മലബാർ മാനുവലുകൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ജാതികളെ കുറിച്ച് പരാമർശിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ പിന്നീട് ആ ജാതികൾ തമ്മിലുള്ള സ്പർദ്ധയും അങ്ങനെയും ഇങ്ങനെയുമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വിദ്വേഷം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഇനി ജാതികളെ കുറിച്ചിട്ടുള്ള പറയുന്നില്ല. പക്ഷേ മലബാറിലെ നായർ പടയാളികളെ കുറിച്ചും നായർ പോരാട്ടത്തെ കുറിച്ചും പറയാതെ അല്ലെങ്കിൽ അത് പരാമർശിക്കാതെ ഒരിക്കലും മലബാർ ചരിത്രം പൂർണ്ണമാവുകയില്ല. അതില്ലാതെ മലബാർ ചരിത്രമില്ല. അപ്പൊ ചരിത്രത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ നായർ പടയാളികളുടെ പോരാട്ടവും മറ്റു കാര്യങ്ങളും പറയുന്ന സമയത്ത് മറ്റു ജാതികളിലുള്ള ആളുകൾ അത് അസഹിഷ്ണുതയോടെ കാണരുത്. ചരിത്ര സത്യങ്ങളാണ് പറയുന്നത്. എല്ലാ ജാതികളും അവരവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മളിവിടെ പറയുന്നത്. ഹൈദരാലി ഒക്കെ എന്താണ് പിന്നീട് സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയോട് പറയുന്നത്. അപ്പൊ എന്തായാലും വിഷയം വലിച്ചു കിട്ടുന്നില്ല, നമ്മൾ ഇവിടെ കാര്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഹൈദരാലി പാലക്കാടേക്ക് പോയി എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ വീഡിയോ തുടർച്ചയായി കാണുന്നവർക്ക് അതിനൊരു കണക്ഷൻ കിട്ടും, ഇടയിൽ വെച്ച് കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. അതാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ വേഗം വിട്ടുപോകുന്നതിന്റെ കാരണം. ആദ്യം തൊട്ട് കാണുമ്പോൾ അതിനെ കണ്ടാൽ അതിനൊരു കണക്ഷൻ കിട്ടും. ഓക്കെ, ഈ സമയത്ത് ഹൈദരാലി പോയതോടുകൂടി മൺസൂൺ വരികയാണ്. മൺസൂൺ എന്ന് പറയുന്നത് മലബാറിലെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, നല്ല മഴ കിട്ടിയിരുന്ന സമയമാണ്. ഒരു കാലത്ത് 9 അല്ല 10 മാസവും മഴയുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലബാറിലെല്ലാം. ആ സമയത്ത് ഈ നദികളും പുഴകളും എല്ലാം ഇടകലർന്ന് അല്ലെങ്കിൽ അവയൊക്കെ കവിഞ്ഞ് ഒഴുകുമായിരുന്നു. അപ്പൊ നദിയിലൂടെ ഒക്കെ കടക്കാൻ അല്ലെങ്കിൽ പുഴയിലൂടെയൊക്കെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും സാഹചര്യങ്ങളെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ടുള്ള അറിവ് ഇവിടുത്തെ നായർ പോരാളികൾക്ക് ഉണ്ടായിരുന്നു. ഈ സമയത്ത് സാമൂതിരിയുടെ രവിവർമ്മ അവിടെ യുദ്ധം തുടങ്ങിയിരുന്നു, ഗറില്ല യുദ്ധം തുടങ്ങിയിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, മറ്റ് തിരുവിതാംകൂറിലെ പോലെയോ മറ്റു രാജ്യങ്ങളിലെ പോലെയോ സൈനികം, അതായത് രാജാവിനെ കീഴടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം കീഴടക്കി എന്ന രീതിയിൽ മലബാർ പറ്റുകയില്ല എന്ന്. കാരണം മലബാർ രാജാവിന്റെ അല്ലെങ്കിൽ മലബാർ ആരാണോ ഭരിച്ചിരുന്നത് അവരുടെ രാജാവിന്റെ കീഴിലായിരുന്നില്ല സൈന്യം. അവയൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഓരോരോ നാടുവഴികളായിരുന്നു. യുദ്ധം വരുന്ന സമയത്ത് അവരുടെ സേവനം വിട്ടുകൊടുക്കുകയാണ് പതിവ്. ഇങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ വലിയൊരു യുദ്ധത്തിനുള്ള പുറപ്പാട് വരുന്നത്. കാരണം അലി രാജയാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പറയാം. അലി രാജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചിറക്കൽ കോവിലകം പിടിച്ചെടുക്കുകയും അവിടുത്തെ അതേപോലെ തന്നെ കൊലത്നാടിന്റെയാണ് ചിറക്കൽ കോവിലകം, അവിടെ നടത്തിയിട്ടുള്ള ചില അക്രമങ്ങൾ, അദ്ദേഹം കോവിലകം കത്തിക്കുകയും അവിടെ ഉള്ളവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഒരു റൂമർ പരന്നു, അതായത് മൈസൂർ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഹൈദരാലിയുടെ കേരളത്തിലെ ഗവർണറായിട്ട് അലി രാജയെ നിയമിക്കാൻ പോകുന്നു എന്ന ഒരു ഖ്യാതി പരന്നതോടുകൂടി പിന്നീട് മലബാറിലുള്ള മറ്റുള്ള വിഭാഗങ്ങൾ ഏകദേശം അല്ലെങ്കിൽ നായന്മാർ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളും ഒരുമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പോരാട്ടത്തിന് സൈനികരായിട്ട് നിൽക്കുന്നത് നായന്മാരാണ്. അങ്ങനെ ജൂൺ 24, 1766 ഈ റൂമർ വല്ലാതെ പരന്നത്, ഗവർണറാക്കി നിയമിക്കുകയാണ് എന്നുള്ള ആ ഒരു കാര്യം വന്നത്. അങ്ങനെ ആ സമയത്ത് ഇവിടെ റാസ സാഹിബിന്റെ കീഴിൽ ഒരു സൈന്യത്തിനെ ഹൈദരാലി അവിടെ നിർത്തിയിരുന്നു. അപ്പൊ അവര് ആ സമയത്താണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു സ്ഥലം ഞാൻ ഇവിടെ കാണിക്കാം. കാരണം ഇത് നടക്കുന്നത് ഭാരതപ്പുഴയ്ക്കും അതുപോലെ ഭാരതപ്പുഴയിലേക്ക് ചേരുന്ന ആ പുഴ ചേരുന്ന ഒരു ഭാഗം. അതിന്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ഇന്നിപ്പോ ആ സ്ഥലം തിരുവേഗപ്പുറ പറയുന്ന സ്ഥലം ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ ആ ഭാഗത്ത്
വെച്ച് ഈ റാസ സാഹിബിനെ ഇവര് മലബാറിലെ അല്ലെങ്കിൽ ഗറില പോരാളികള് അല്ലെങ്കിൽ നായന്മാര് തുടങ്ങി. അതിനു മുമ്പ് തന്നെ ആദ്യം തന്നെ ഇവിടെ പഴശ്ശി അവിടെ നേതൃത്വത്തിൽ അതെനിക്ക് കോട്ടയത്തിലുള്ള നായർ പോരാളികൾ ഗറില്ല യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവർക്ക് ഇംഗ്ലീഷുകാർ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഹൈദരാലി തിരിച്ചു പോയിട്ടാണ് ഇംഗ്ലീഷുകാരായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഇംഗ്ലീഷുകാർ ന്യൂട്രൽ പാലിച്ചിരുന്നു. പക്ഷെ ഇവിടെ തുടങ്ങുന്ന സമയത്ത്, അതായത് ഈ തിരുവേഗപ്പുറ അല്ലെങ്കിൽ ആ ഭാഗത്ത് രവിവർമ്മയുടെ ആ നേതൃത്വത്തിലുള്ള അവരുടെ രവിവർമ്മ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സാമൂതിരി ദത്തെടുത്ത ഒന്നാണ്. ഇദ്ദേഹം ശരിക്കും പഴശ്ശി രാജാവിന്റെ ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആ പോരാട്ട വീര്യം അദ്ദേഹം ശരിക്കും കാണിച്ചു. ആ സമയത്താണ് അവര് എല്ലാം ഒരുക്കങ്ങളും ഒക്കെ റെഡിയാക്കി ഇവര് ഈ റാസ സാഹിബിന്റെ സൈന്യത്തിനെ ആക്രമിക്കുന്നത്. അപ്പൊ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആദ്യം ചെയ്തത് എല്ലാ ബ്ലോക്ക് ഹൗസുകളും തകർക്കുക എന്നായിരുന്നു. ഈ ബ്ലോക്ക് ഹൗസിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എത്തിക്കുക. അപ്പൊ അവർ ആ ഒരു അറ്റത്ത് നിന്ന് ഈ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങളായിട്ടുള്ള ഈ ബ്ലോക്ക് ഹൗസുകളൊക്കെ കട്ട് ചെയ്ത് തള്ളിപ്പൊളി അത് മുഴുവൻ അങ്ങോട്ട് നശിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ നിന്നുള്ള വിവരം പുറത്തേക്ക് പോവില്ല. അപ്പൊ ഓരോരോ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് അങ്ങനെ എത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ഒരു കാരണവശാലും ഇവിടുന്ന് കമ്മ്യൂണിക്കേഷൻ പുറത്തേക്ക് പോകില്ല എന്നുള്ള ഉറപ്പിലാണ് പിന്നീട് അവർ ആക്രമണം തുടങ്ങുന്നത്. അങ്ങനെ പൊന്നാനി ഭാഗത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ ഇവരങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് റാസ സാഹിബിന്റെ സൈന്യം അതിൽ വരുന്നത്. അപ്പൊ അവരിവിടെ വന്ന് ഈ പുഴ കവിഞ്ഞ സമയത്ത്, അതായത് പുഴയിലേക്ക് ചേരുന്ന ഈ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിന്റെ മോഡലിലാണ് ഇതിലങ്ങ് കുടുങ്ങിപ്പോയി ഇവര്. അതിന്റെ ആ ഒരു ഭാഗത്ത് വെച്ച് പുഴ കടക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇവർക്ക് മുന്നോട്ടും പോകാൻ പറ്റില്ല, പുറകിലേക്കും പോരാൻ പറ്റില്ല. ഗറില്ല ഫൈറ്റിംഗ് ആണ് ഭയങ്കര. ഇതിന്റെ ഇടയ്ക്ക് റാസ സാഹിബ് ഒരു പണി ഒപ്പിച്ചു. അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിവരം ഹൈദരാലിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ പറഞ്ഞയച്ചിരുന്നു. പക്ഷെ അത് ഈ നായർ പോരാളികൾക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലെന്നല്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അവര് വളരെ ഉറപ്പായി ഇതെങ്ങനെയും ഇവിടുന്ന് ഉള്ള മെസ്സേജ് പുറത്തു പോവില്ല എന്നാണ് അവർ വിചാരിച്ച് ആക്രമണം തുടങ്ങിയത്. അങ്ങനെ കാലിക്കറ്റ് മാത്രം, അതായത് കോഴിക്കോട് മാത്രമായി ഈ സൈന്യം നിൽക്കുന്നത്. ബാക്കിയുള്ളിടത്തും എല്ലായിടത്തും നായർ പോരാളികൾ കയറി സ്ഥലം പിടിക്കാൻ തുടങ്ങി. അവര് കൊന്നൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ കൊന്നൊടുക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് കാര്യങ്ങൾക്ക് കീഴ്മേൽ മറിയുന്നത്. റാസ സാഹിബിന്റെ ദൂതൻ കോയമ്പത്തൂരിലെ ഹൈദരാലിയെ വിവരം അറിയിക്കുന്നു. ഹൈദരാലി അവിടുന്ന് പെട്ടെന്ന് ഉള്ള സൈന്യത്തെ സംഘടിപ്പിച്ച് പോരുകയാണ്. വരുന്ന സമയത്ത് ഹൈദരാലിയുടെ കയ്യിലുണ്ടായിരുന്നത് 10,000-ഓളം കാലാൾപ്പട ആണ് ഹൈദരാലി അവിടുന്ന് വരുന്ന സമയത്ത്. അദ്ദേഹം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. റാസ സാഹിബിനെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോ എല്ലാ വിധത്തിലുള്ള ഭാരം കൂടുതലുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കി വെറും 7 ദിവസത്തേക്കുള്ള പ്രൊവിഷനാണ് അദ്ദേഹം കയ്യിൽ വെക്കുന്നത്. മാത്രമല്ല വെടിമരുന്നും മറ്റുള്ള അത്യാവശ്യ സാധനങ്ങളും ഇതൊക്കെ എടുത്ത് ക്ലോത്ത് അടക്കം അവർക്ക് അത്യാവശ്യമുള്ളത് എടുത്തിട്ടാണ് അദ്ദേഹം പറന്നു വരികയാണ്, ഓടി വരികയാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക്. പക്ഷെ ഈ നായർ പോരാളികൾ ഇങ്ങനെ ഹൈദരാലി തിരിച്ചു വരുന്നതിനെ കുറിച്ച് അറിയില്ല. ഹൈദരാലി എന്നൊരു വാക്ക് കേട്ടാൽ തന്നെ എതിരാളികൾ ഞെട്ടിപറയ്ക്കുന്ന സമയവുമാണ്. അപ്പൊ റാസ സാഹിബ് ആണെങ്കിലോ പിന്നീട് അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ്. ഈ യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും ഹൈദരാലി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അതെങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഹൈദരാലി എത്തുന്നത്, ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഈ ഹൈദരാലിയുടെ ആ ഒരു സാന്നിധ്യം വന്നതോടുകൂടി ഈ അവരാകെ ഭയപ്പെട്ടു പോയി. ഈ നായർ സൈന്യത്തില്. കാരണം ഹൈദരാലിയുടെ സൈന്യം വലിയൊരു സൈന്യമാണ്. അതിനോട് എതിരിടാണെങ്കിൽ അവർക്ക് ശക്തി പോരാ. അപ്പൊ ഇനി ചെയ്യേണ്ട ഡിഫൻസ് ആണ്. ഡിഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് കുറച്ച് പിരിവിൽ വലിച്ചു. റാസ സാഹിബിനെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിൽ വന്നത് റാസ സാഹിബിന്റെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല. അതായത് 7 ദിവസം കൊണ്ട് പെട്ടെന്ന് എത്തുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഈ ഹൈദരാലിയുടെ സൈന്യം. പിന്നെ വെട്ടത്ത് പുതിയങ്ങാടി വെച്ചാണ് ഘോര യുദ്ധം നടക്കുകയാണ്. അപ്പൊ ഇവരെ കുറച്ച് അങ്ങോട്ട് വന്ന ഒരു വലിയ ഡിച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിച്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു കുഴിയാണ്, കിടങ്ങെന്ന് പറയാൻ പറ്റില്ല. വലിയൊരു കുഴിയുടെ ആ ഭാഗത്ത് നിന്ന് ഈ ഹൈദരാലി തന്റെ പഴയ രീതിയിൽ അങ്ങോട്ട് ആക്രമണം തുടങ്ങുമ്പോഴാണ് ഒരു ഘോരമായിട്ടുള്ള പ്രതിരോധം അവിടെ നടക്കുന്നത്. ആ ഘോരമായ പ്രതിരോധം എന്ന് പറഞ്ഞാൽ വെടിവെപ്പാണ്, മൊത്തമായിട്ടുള്ള വെടിവെപ്പാണ്. ഇവർ അങ്ങോട്ട് ആർട്ടിലറി ഫയറിംഗ് ആദ്യം കൊടുക്കും. ആർട്ടിലറി ഫയറിംഗ് തിരിച്ച് ഇങ്ങോട്ടാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് വെച്ചാൽ ഹൈദരാലിയുടെ ഏറ്റവും വലതുവശത്തായിട്ട് 4000 ഏറ്റവും ബെസ്റ്റ് ട്രൂപ്സ് ആയിട്ടുള്ള 4000 പേരെ വലതുവശത്തേക്ക് നിർത്തി. നടുക്കുള്ള 4000 ട്രൂപ്സിന്റെ ഇതിലാണ് ഹൈദരാലി നിൽക്കുന്നത്. പിന്നെ അതിന്റെ സൈഡായിട്ട് 300 ബെസ്റ്റ് ട്രൂപ്സും, അതായത് യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കമാൻഡർ ഉണ്ട്, ഫ്രഞ്ച് കമാൻഡർ. പിന്നെ യൂറോപ്യൻ റിസർവ് 300 പേരുണ്ട്. ഇദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് ഒക്കെ അടക്കുന്ന ഉള്ള ആൾക്കാർ അവരങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. എന്നിട്ടാണ് ഈ യുദ്ധം നയിക്കുന്നത്. അപ്പൊ ഈ ഡിച്ചിന്റെ അവിടെ എത്തിയതോട് കൂടിയിട്ട്
ഹൈദരാലിയുടെ പടയാളികൾ വീണുകൊണ്ടിരിക്കുകയാണ് വെടികൊണ്ടിട്ട്. കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, എങ്ങനെയായാലും പോകുന്നില്ല. ഹൈദരാലിക്ക് നിവൃത്തിയില്ലാതെ ഹൈദരാലി പെട്ടെന്ന് യുദ്ധം നിർത്തിവെക്കുകയാണ്. കാരണം അതിന് മുമ്പ് കേട്ടിട്ടുള്ള കാര്യങ്ങളൊന്നല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് ഹൈദരാലിയുടെ പടയാളികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ ആ സമയത്ത് നിർത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മൊത്തമായിട്ടുള്ള സൈന്യം പോകുമായിരുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹം നിർത്തിവെച്ചു. ഇനി ഇതിനെ കവർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ആ സമയത്താണ് ഒരു ഫ്രഞ്ച് കമാൻഡർ ഉണ്ട്, അതിന്റെ പേര് അതിൽ പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചാലഞ്ച് ഏറ്റെടുക്കാം. ഹൈദരാലിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബോഡി ഗാർഡ്സും അതുപോലെ അദ്ദേഹത്തിന്റെ കുതിരപ്പടയാളികളും ഈ 300 യൂറോപ്യന്മാരുമായിട്ട് ഞാൻ എടുക്കാം. അദ്ദേഹം ചെയ്യുന്ന മാർഗം എന്ന് പറയുന്നത് കാത്തു നിൽക്കുന്നില്ല. അദ്ദേഹം ഈ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഈ കുഴിയുടെ ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങി പാഞ്ഞു കയറുകയാണ്. ആ പാഞ്ഞു കയറുമ്പോൾ കുറെ ആളുകൾ മരിക്കുന്നുണ്ട്, കുറെ വീണ് പോകുന്നുണ്ട്, കുറെ ആൾക്കാർ മരിക്കുക, അതൊന്നും അവർ നോക്കുന്നില്ല. അങ്ങനെ കയറി അറ്റാക്ക് ചെയ്തു. അതില് നായർപ്പട പടയാളികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇത് ഒരു വലിയ വിജയമായിരുന്നു. അതിന്റെ തൊട്ട് പുറകെയാണ് ഹൈദരാലി കയറുന്നത്. അങ്ങനെ അത് കയറി ആ ഒരു വിജയം അത് കണ്ടതോടുകൂടി ഹൈദരാലിയെ സ്പോട്ടിലാണ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം ഉടനെ പറഞ്ഞു, എന്താ അദ്ദേഹത്തിന്റെ പേര്, ഈ കമാൻഡറിന്റെ പേര് എനിക്ക് കൃത്യം അത് ഞാൻ പലതിലും നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല. കാരണം 3-4 കമാൻഡേഴ്സ് ഉണ്ട് ഫ്രഞ്ചിന്റെ. അപ്പൊ അതിലത്തെ ഏത് കമാൻഡർ ആണെന്നുള്ള വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടില്ല. ഉടനെ തന്നെ അദ്ദേഹം ഒരു ടൈറ്റിൽ അങ്ങ് കൊടുത്തു. അതായത് ബഹാദൂർ എന്നാണ് ആ ടൈറ്റിലിന്റെ പേര്. ടൈറ്റിൽ ഓഫ് ബഹാദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസബ്ദാർ ഓഫ് 1000 ഹോഴ്സ് ബൈ ഹൈദർ. അതായത് 10,000 കുതിരപ്പടയാളികളുടെ നായകനായിട്ട് ഈ ഫ്രഞ്ച് കമാൻഡറെ ആ സ്പോട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം. ഇനി അടുത്തതാണ് പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാലിക്ക് പിന്നീട് രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട്. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിയാണത്. അതായത് അന്ന് ഭയങ്കര ഭീകരത ഇതാക്കുക. അതായത് ഒരു കാരണവശാലും ഇനി തല പൊക്കരുത്. പൊക്കാതിരിക്കണമെങ്കിൽ കൊടിയ ക്രൂരതകൾ കാണിക്കുക. അങ്ങനെ ഇവര് മഞ്ചേരിയാണ് ഹെഡ് ക്വാർട്ടർ ആക്കുന്നത്. ഈ ഹൈദരാലി കാണുന്ന ആളുകളെയൊക്കെ കൊല്ലാൻ തുടങ്ങി. അദ്ദേഹം ഈ നായന്മാരുടെ മാത്രമല്ല എല്ലാവരുടെ വീടുകളും കത്തിക്കാനും അവരുടെ കന്നുകാലികളെ നശിപ്പിക്കാനും ക്ഷേത്രങ്ങള് കത്തിക്കാനും കൃഷിയിടങ്ങൾ കത്തിക്കാനും കാണുന്നവരൊക്കെ വെട്ടിക്കൊല്ലാൻ തുടങ്ങി. ഇവരൊക്കെ കാട്ടിലും അതുപോലെ മലകളിലൊക്കെ പോയിട്ട് ഒളിച്ചു. അങ്ങനെ ഒളിച്ചു നിന്ന സമയത്ത് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുറെ ബ്രാഹ്മണന്മാരുടെ വേഷത്തിൽ ഹൈദരാലി ആളുകളെ അയച്ചു. അപ്പൊ ഈ ബ്രാഹ്മണന്മാരുടെ വേഷത്തിൽ അവർ ചെല്ലുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഹൈദരാലി നിങ്ങൾക്ക് മാപ്പ് തരും, നിങ്ങൾ തിരിച്ചു വന്നോ എന്ന് പറഞ്ഞ് ഈ വാക്ക് വിശ്വസിച്ച് വന്ന ഈ പാവങ്ങളെ, പുരുഷന്മാരെ മുഴുവൻ കൂട്ടത്തോടെ ഹാങ് ചെയ്തു എന്നാണ് പറയുന്നത്, തൂക്കിക്കൊന്നു. സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി കൊണ്ടുപോയി. പിന്നെയും നിരത്തി പിടിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 15,000 ആളുകളെ ഇവര് കർണാടകയിലേക്ക് മൈസൂരിലേക്ക് കൊണ്ടുപോയി. അതിൽ പല ഭാഗങ്ങളിലും ഇല്ലാത്ത കാട്ടുപ്രദേശങ്ങളിലൊക്കെ ഈ ആളുകളെ കൊണ്ടുപോയി വിട്ട് അവസാനം അതില് ബർക്കീസിന്റെ ഒരു വിവരണം ഉണ്ട്, അതുപോലെ ബിൽക്കിസിന്റെ വിവരണവും ഉണ്ട്. അതിൽ പറയുന്ന അവസാനം 200 പേര് മാത്രമേ അവശേഷിച്ചുള്ളൂ എന്നാണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടുപോയോ കൊല്ലുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ പോയ കൊടിയ പീഡനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതില് KV കൃഷ്ണയ്യരുടെ പുസ്തകത്തില് അതിൽ പറയുന്നത് ഹൈദരാലി മുസ്ലിം മതത്തിലേക്ക് ആൾക്കാരെ ചേർത്താനും ശ്രമിച്ചിരുന്നു എന്നുള്ള രീതിയിൽ അത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളില്. എന്തായാലും നമ്മള് ഇതില് ഇപ്പോ മണിക്കേരുടെ പുസ്തകത്തിൽ വേറെയാണ് വെച്ചിരിക്കുന്നത്, മലബാർ മാനുവലിൽ വേറെയാണ്. അപ്പൊ ഉള്ളതിലൊരു കോമൺ ആയിട്ടുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഏകദേശം ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഹൈദരാലി ഈ ബ്ലോക്ക് ഹൗസ് ഒക്കെ ഓൾറെഡി തകർത്തിരുന്നതോ, ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. കാരണം ഇതുപോലെ ഇനിയും അപ്രൈസിങ് ഉണ്ടാവും. അപ്പൊ നായന്മാരെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും തരി കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അവർ ഉന്മൂലനം ചെയ്യുക എന്ന് മാത്രമല്ല, ഇവരെ ഇല്ലായ്മ പാടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ബ്ലോക്ക് ഹൗസ് കെട്ടാൻ പറഞ്ഞു. എല്ലായിടത്തും ബ്ലോക്ക് ഹൗസുകൾ വെച്ചു. അതിന് പുറമെ അവര് ചെയ്ത ആദ്യം ഒരു ആംസ് ആക്ട് എന്ന് പ്രഖ്യാപിച്ചു. അതായത് ആയുധങ്ങൾ നായന്മാർ വെക്കാൻ പാടില്ല കയ്യിൽ. ഏതെങ്കിലും ഒരു നായർ ആയുധം ധരിച്ച് കണ്ടാൽ തൽക്ഷണം കൊല്ലാനാണ് അദ്ദേഹം ഓർഡർ പ്രഖ്യാപിച്ചത്. മാത്രമല്ല ഈ താഴ്ന്ന ജാതിക്കാരായ ആൾക്കാര് നായന്മാരെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്ന പരിപാടി നിർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതല്ല. അതായത് താഴ്ന്ന ജാതിക്കാരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതല്ല ഹൈദരാലി. യഥാർത്ഥത്തിൽ നായന്മാരെ ഇല്ലാതെയാക്കി അവരുടെ ആ അസ്തിത്വം നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് ഹൈദരാലി. കാരണം ഹൈദരാലിയുടെ കാലത്തും ടിപ്പുവിന്റെ കാലത്തും ഈ താഴ്ന്ന ജാതിക്കാർക്ക് കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. പിന്നീട് അതിനെക്കുറിച്ച് വേറെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു. അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ, ഹൈദരാലി വന്ന സമയത്ത് സാമൂഹിക മാറ്റങ്ങൾ ഒരുപാട് ഇത് കിട്ടിയെന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു കാരണം ഇതാണ്. പിന്നീട് കാര്യങ്ങൾ അത് ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് ഇത് ചെയ്തപ്പോഴും നായന്മാർ അടങ്ങിയില്ല.
അപ്പൊ ആ സമയത്ത് അതായത് ഈ ഒരു ഇത് വന്നപ്പോ ഏകദേശം ഹൈദരാലിക്ക് മനസ്സിലായി ഇവരെ ഇനി വേറെ വല്ല മാർഗത്തിലൂടെയും കൊണ്ടുവരണം. അപ്പൊ അപ്പോഴാണ് ഹൈദരാലി വേറൊരു പ്രഖ്യാപനം നടത്തിയത്. നിങ്ങൾ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങളും വീടുകളും നിങ്ങളുടെ സ്ഥാനമൊക്കെ തിരിച്ചു തരാം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത എയിം അതായിരുന്നു അതിന്റെ ഉള്ളില്. അതുകൊണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഈ മറാഠയില് യുദ്ധം നടക്കുന്നത്. ഇതൊക്കെ ഇവിടെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് അദ്ദേഹം വീണ്ടും കോയമ്പത്തൂർക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് മറാഠ മാധവറാവു വീണ്ടും ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ഹൈദരാലി പോയതോടുകൂടി വീണ്ടും ഇവര് അവര് യുദ്ധം തുടങ്ങിയതാണ്. ആ സമയത്താണ് ഇംഗ്ലീഷുകാരായിട്ട് ഹൈദരാലി കോർക്കുന്നത്. ഈ ഇംഗ്ലീഷുകാരായിട്ട് ഹൈദരാലി കോർത്ത ഉടനെ ഇംഗ്ലീഷുകാർ കപ്പൽപ്പടയൊക്കെ എടുത്തിട്ട് മംഗലാപുരം പിടിച്ചെടുത്തു. ആ മംഗലാപുരം കോട്ട പിടിച്ചെടുത്തു. ആ സമയത്ത് തന്നെ അവര് ഇവിടെ ചില ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അങ്ങനെ കോട്ടയം കോലത്തിരിയുടെ അതായത് പഴശ്ശിയുടെ നേതൃത്വത്തിൽ ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ മറ്റ് ഭാഗത്തുള്ള ആളുകളെ അല്ലെങ്കിൽ നായന്മാരൊക്കെ കൂട്ടിയിട്ട് ഇവര് അലി രാജയുടെ കണ്ണൂർ ഫാക്ടറി ആക്രമിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടു. അങ്ങനെ ചെന്നു. കൊടിയ യുദ്ധമാണ് നടക്കുന്നത്. ഇംഗ്ലീഷുകാർ സഹായിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ബോംബെയിൽ നിന്ന് ഓർഡർ വന്നു ഇംഗ്ലീഷുകാരോട് ഈ യുദ്ധം ചെയ്യേണ്ട, ഇനി പിൻവലിയാൻ പറഞ്ഞു അവര്. അതെന്താ ഇംഗ്ലീഷുകാർ എപ്പോഴും അവരുടെ സ്വാർത്ഥത മാത്രമേ അവർ നോക്കാറുള്ളൂ. അങ്ങനെ അവർ പിൻവലിച്ചു. പക്ഷെ ഈ സമയത്ത് രവിവർമ്മയുടെ നേതൃത്വത്തിലും മറ്റുള്ളതിലും അങ്ങ് കോഴിക്കോട് ഭാഗത്ത് അങ്ങോട്ട് തകർക്കുകയാണ്. അങ്ങനെ തകർന്ന് മുന്നോട്ട് അവർ പോകുമ്പോൾ അവിടെ ആകെ ആ കോഴിക്കോട് ചെറിയ ആ ടൗണിന്റെ പ്രദേശം മാത്രം മടന്നയുടെ കീഴിൽ കുറച്ച് സൈനികരായിട്ട് ഇരിക്കുന്നുണ്ട്. മടന്നയ്ക്ക് ഒരു സത്യം മനസ്സിലായി. ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ഹൈദരാലിക്ക് ഇപ്പൊ അവിടെ ഒന്നും വരാൻ പറ്റില്ല. കാരണം അദ്ദേഹം മറാഠയായിട്ടുള്ള യുദ്ധത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ അയാളുടെ കീഴിലുള്ള 3000 സൈനികരെയും രക്ഷിക്കണം, ഈ സമ്പത്തും കൊണ്ടുപോകണം. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാറ്റിക്സ് എടുത്തു. ഹൈദരാലി വിവരം അറിഞ്ഞ് ഉടനെ എത്തിയാൽ നിങ്ങളുടെയൊക്കെ കഥ കഴിക്കും. അതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കണ്ടീഷൻ വെക്കാം, ഒരു കോംപ്രമൈസ് എന്ന് പറയുക. അപ്പൊ ആ കോംപ്രമൈസ് എന്ന് പറയുന്നത് ഹൈദരാലി കൊടുത്തിട്ടുള്ള കോംപ്രമൈസ് ആണ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇവരോട് പറഞ്ഞു, നിങ്ങൾ 3 കണ്ടീഷനുള്ളൂ. ഒന്ന്, ഈ യുദ്ധത്തിന്റെ എനിക്ക് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരണം. രണ്ടാമത്, അലി രാജയെ തൊട്ടുപോകരുത്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പാലക്കാട് ഞങ്ങൾ ഫോർട്ട് ഉണ്ടാക്കും, ആ പാലക്കാട് കോട്ട. അപ്പൊ ഹൈദരാലി അത് നിങ്ങളും ചെയ്തത്. അപ്പൊ ഹൈദരാലി രണ്ടാമത് വന്നിട്ടാണ് പാലക്കാട് കോട്ടയ്ക്ക് ശക്തിപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കേട്ടപ്പോ ഇവര് സന്തോഷിച്ചു. ഓക്കെ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നേരെ അങ്ങ് വിടുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവര് ഈ മടന്ന തടി കിട്ടിയെന്ന് പറയാം മടന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ മടന്നയുടെ പൊടി പോലും ഉണ്ടാവില്ല, അവിടുത്തെ സൈനികരെ ഉണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോകും. അതേസമയം മൈസൂർ ഇവിടെ നടക്കുന്നത്, അതായത് മംഗലാപുരത്ത് ഹൈദരാലിയുടെ ഇനി ബ്രിട്ടീഷുകാരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അലി ബേഗ് ഇല്ലേ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധം നടക്കുമ്പോൾ ടിപ്പുവിനെ പറഞ്ഞയക്കുകയാണ് യുദ്ധത്തിന്. ടിപ്പുവിന് ഇവർ പോയ സമയത്ത് അതിനാൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ കുറച്ചുകൂടി അവിടുത്തെ ഈ ഭയങ്കര ഫയറിംഗ് അല്ലേ, അപ്പൊ കുറച്ച് മൈലുകളിൽ അപ്പുറത്തായിട്ട് ഇവർ റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയിലേക്കുള്ള പ്രൊവിഷൻ മറ്റു കാര്യങ്ങളൊക്കെ തടഞ്ഞു. അങ്ങനെ നിന്നു. ആ സമയത്താണ് ഹൈദരാലി വരുന്നത്. ഹൈദരാലിയുടെ മുഖം ഗേറ്റിന്റെ അവിടെ കണ്ടോടുകൂടി ബ്രിട്ടീഷുകാർ കിടുങ്ങിപ്പോയി. അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സിഖ് അസുഖമൊക്കെ പിടിച്ചു കിടക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് കോട്ട ഉപേക്ഷിച്ച് ഇവരങ്ങ് പോയി. അതിനെ കുറിച്ചിട്ട് ബ്രിട്ടീഷുകാരെ അവരെന്നെ എഴുതിയിട്ടുണ്ട്. അവർക്ക് ആകെ പുച്ഛം തോന്നി അവരുടെ സൈനികരെ കുറിച്ചിട്ട്. ഹൈദരാലി അത് വിജയിച്ചു. പക്ഷെ അദ്ദേഹം മലബാറിലേക്ക് വരുന്നില്ല. മലബാറിൽ ഓൾറെഡി ഇവിടെ എല്ലാം പരാജയപ്പെട്ട് മടന അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ തൽക്കാലത്തെ തന്റെ പരാജയം ഹൈദരാലി മനസ്സിലാക്കി. പക്ഷെ ഒരിക്കലും ഹൈദരാലി അദ്ദേഹത്തിന്റെ ശത്രുക്കളോട് പൊറുക്കാനോ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ മറക്കാനോ ശ്രമിക്കാത്തൊരു വ്യക്തിയാണ്. ഈ നായന്മാരാണ് ഇതിനൊക്കെ കാരണം. ഈ നായന്മാരെ ഒരു പാഠം പഠിപ്പിച്ചു നടന്നു എന്ന് അദ്ദേഹം അങ്ങനെ ഒരു ശപഥമെടുത്തിട്ടാണ് അദ്ദേഹം അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്. ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. തുടർച്ചയായിട്ട് വീഡിയോ കാണുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ ഇതിൽ ജാതിയായിട്ട് എടുക്കരുത്. നമ്മളെ ചരിത്രത്തിന്റെ ഭാഗമാണ്, സംസ്കാരത്തിന്റെ ഭാഗം മാത്രമേ നമ്മൾ ഇതിൽ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.